ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് നാം വചനവിചിന്തനം നടത്തുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണല്ലോ. പാവനിയായ സ്ത്രീയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുന്നതാണ് വചനഭാഗം. തന്റെ അടുത്ത് നിൽക്കുന്ന പാവനിയായ സ്ത്രീയെ മാനുഷിക നിയമപ്രകാരം യേശു ശിക്ഷിക്കുമെന്നാണ് ജനം വിചാരിച്ചത്. എന്നാൽ യേശു അവരെ ശിക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, അവരോട് കരുണ കാണിക്കുകയും ചെയ്തു. നിങ്ങളിൽ പാവമില്ലാത്തവർ ഇവരെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ സാന്നിധ്യം ഓരോരുത്തർക്കും സ്വയം തിരിച്ചറിവിൻ്റെ വേദിയാകുന്നു. അങ്ങനെ തങ്ങളും പാപികളാണ് എന്ന അവബോധത്താൽ ഓരോരുത്തരും തിരിച്ചുപോയി എന്ന് വചനം പഠിപ്പിക്കുന്നു. മാനുഷിക നിയമങ്ങൾ ദൈവിക നിയമത്താൽ ഇല്ലാതാകുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത്, യേശു ബാഹ്യമായ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ അല്ല ശ്രദ്ധ ചെലുത്തുന്നത്, മറിച്ച് ഹൃദയങ്ങളെയാണ് അവിടുന്ന് പരിശോധിക്കുന്നത്. മറ്റൊരാളെ വിധിക്കാൻ നമുക്ക് ഒരിക്കലും അവകാശമില്ല. കാരണം മറ്റൊരാളുടെ ഹൃദയ വിചാരങ്ങൾ അറിയാൻ നമുക്ക് സാധിക്കുകയില്ല. അത് ദൈവത്തിന് മാത്രമാണ് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം ക്ഷമിച്ചിടത്ത് നാം ക്ഷമ നൽകാതിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എല്ലാവരിലും യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ.